അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ബെഞ്ച് ചരിത്രപ്രധാനമായ വിധിയായിരുന്നു ഇന്നലെ പ്രസ്താവിച്ചത്. ഭൂരിഭാഗം ജനങ്ങളും വിധിയെ സ്വാഗതം ചെയ്തെങ്കിലും ചിലരെങ്കിലും അതൃപ്തി രേഖപ്പെടുത്തി. അയോധ്യ വിധിയിൽ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി അശോക് കുമാർ ഗാംഗുലി. ഈ ഭൂമി രാമലല്ലയുടെ ഭൂമിയാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ബാബരി മസ്ജിദിൽ പ്രാർത്ഥന നടന്നിരുന്നു എന്ന് സുപ്രീം കോടതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് പള്ളിയായി തന്നെ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2022 സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്താൽ എന്ത് ചെയ്യുമെന്നും ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്ക് എന്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. 500 വർഷത്തിലധികമായി നിന്നിരുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കം എങ്ങനെയാണ് പരിഗണിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. പള്ളിക്കടിയിൽ ഒരു നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നല്ലാതെ അത് ക്ഷേത്രത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടില്ല. ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നും തെളിവുകളുമില്ല. പിന്നെ എന്ത് പുരാവസ്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് 500 വർഷത്തിനു ശേഷം ഇത്തരമൊരു കേസിൽ തീരുമാനമെടുത്തതെന്നും മുൻ ജഡ്ജി വിമർശിച്ചു. മതവിശ്വാസ സ്വാതന്ത്ര്യവും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും സുപ്രീം കോടതി നൽകുന്നുണ്ട്. ഈ മൗലിക അവകാശം എനിക്കുണ്ടെങ്കിൽ അപ്പോൾ ആരാധനാലയം സംരക്ഷിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. പള്ളി തകർക്കപ്പെട്ട ദിവസം ആ അവകാശം തകർക്കപ്പെടുകയായിരുന്നുവെന്നും അശോക് കുമാർ പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ വിധിയിൽ പറയുന്നത് 500 വർഷത്തിലധികം പഴക്കമുള്ള ആരാധനാലയം തകർത്തിട്ടുണ്ട് എന്നാണെന്നും ഹിന്ദുസ്ഥാൻ ടൈംസിനോട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയോധ്യ തർക്കഭൂമി 3ആയി വിഭജിച്ചുകൊണ്ടുള്ള അലഹാബാദ് ഹൈക്കോടതി വിധി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇന്നലെ വിധി പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.